കണ്ണൂർ ഒരു വലിയ കോട്ടയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിന്റെയും ഏറ്റവും ശക്തമായ സംവിധാനം നിലനിൽക്കുന്ന മേഖല തന്നെയാണ്. ഒരു ഭാഗത്ത് CPM-ന്റെ കോട്ടയാണ് എങ്കിൽ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ എത്രത്തോളം സംഘടനാശേഷി മറ്റെവിടത്തെക്കാളും മറ്റുള്ളവർക്ക് വേണ്ടതുണ്ട് എന്നതും അറിയാവുന്നതാണ്. ഏറ്റവും ശക്തമായ രാഷ്ട്രീയമുള്ളിടത്താണ് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനം വേണ്ടത്. പക്ഷെ അവിടെ പോലീസും നിയമവും എത്തി നോക്കാൻ പാടില്ല എന്നുണ്ടോ? മധു, ഞാൻ അത് തന്നെയാണ് ആരംഭത്തിൽ പറഞ്ഞത്. അലക്സാണ്ടർ ജേക്കബിൻ്റെ ഈ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരൊക്കെ പഠന വിഷയമാണ്. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന എന്നാണ് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് മാധുവിനോട് ഞാൻ പഠിപ്പിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അനുബന്ധ പ്രസ്ഥാനങ്ങളും എന്നൊക്കെ പ്രതിസന്ധിയിലാകുന്നുവോ അപ്പോഴൊക്കെ കണ്ണൂരിൽ രാഷ്ട്രീയപരമായ എതിർപ്പുകളും സംഘർഷങ്ങളും വളർന്നു വരും. അതിൻ്റെ ചില അണുരണനങ്ങൾ ഇപ്പോഴും കണ്ണൂരിൽ നിലനിൽക്കുന്നു. പാർട്ടിക്കകത്ത് ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, പാർട്ടി അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, അതേപോലെ കോൺഗ്രസും എത്തിയിരിക്കുന്നത്. നോക്കൂ, പാർട്ടിക്കകത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ അണികൾ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താനും നിയന്ത്രിക്കാനും സാന്ത്വനപ്പെടുത്താനുമാണ് നേതാക്കന്മാരുടെ ഗുണമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. കണ്ണൂരിലെ ഇന്നത്തെ രാഷ്ട്രീയപരമായി ഉണ്ടായ ചില അസ്വസ്ഥതയുടെ കുറവിന് കാരണം അത്തരം പക്വതയോടെ നേതൃത്വത്തിൽ ചിലരെങ്കിലും തയ്യാറെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കാണുന്നത് എന്താണ്? ഗാന്ധിയുടെ പ്രതിമ തകർത്തു. വലത് ചെവിക്കുറ്റിക്കടിച്ചാൽ ഇടത് ചെവിക്കുറ്റി കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഗാന്ധിയിൽ അഭിമാനിക്കുന്നവർ അവരുടെ തന്നെ ഒരു കയ്യബദ്ധം മൂലമോ അല്ലാതെയോ ഇടപാടായ ഒരു പാവപ്പെട്ട നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ്റെ കുടുംബമുള്ള മണ്ണിൽ വന്ന് ആ കത്ത് ഞങ്ങൾ എറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കും എന്ന് പറയുമ്പോൾ ഇവർ ഗാന്ധിയാണോ പ്രതിമയാണോ കോൺക്രീറ്റാണോ കാണുന്നത്? ഞാനിവിടെ വന്ന് ഗീർവാണ പ്രസംഗം നടത്തുകയല്ല. നടു റോട്ടിൽ പശുവിനെ അറക്കാൻ കയ്യറപ്പ് തീർന്ന് നേതൃത്വം കൊടുത്തത് അണികളല്ല, നേതാക്കന്മാരാണ്. മറുപക്ഷത്തോ നോക്കൂ, സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന് ഇടപാടുകൾ, അതിൻ്റെ കച്ചവടം തങ്ങളുടെ കച്ചവട താല്പര്യത്തിന് വിരുദ്ധമാകുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താൻ നേതൃത്വത്തിന് കഴിയാത്തത്. ഒരർത്ഥത്തിൽ കണ്ണൂരിലെ രാഷ്ട്രീയ നേതൃത്വത്തിനകത്ത് ഇത്തരം ക്രിമിനലുകൾ പിടിമുറുക്കിയപ്പോൾ അത്തരം ക്രിമിനലുകളെ നേർവഴിക്ക് നയിക്കാനോ അത് അണുരണനത്തിൽ തീർക്കാനോ ചെയ്യുന്നതിന് പകരം ആ എരിതിയിൽ വീണ്ടും വീണ്ടും നെയ്യൊഴിക്കുകയും ആ തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ കാണുന്നു. പണ്ടും ഞങ്ങൾ ഇതിനിരയായപ്പോഴൊക്കെ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ കേസിനെക്കുറിച്ച് ഞാൻ മുൻവിധിയോടെ പറയാത്തത് കണ്ണൂരിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. മാധു, കണ്ണൂരിലെ CPM RSS അല്ലെങ്കിൽ BJP സംഘർഷം മൂർച്ഛിച്ചപ്പോൾ BJPയുടെ പതാക നശിപ്പിച്ചതിൻ്റെ പേരിൽ മാർക്സിസ്റ്റുകാരല്ലാത്ത ആളുകളെ പിടിച്ചതിൻ്റെ പ്രതിപ്പട്ടികയിൽ ചേർത്തതിൻ്റെ അനുഭവം തലശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട്. മാഹിയിൽ 2 വർഷം മുമ്പ് തങ്ങളുടെ പതാക നശിപ്പിച്ചത് അന്ന് സംഘർഷത്തിലുള്ള ആളുകളായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങൾക്കിടയിൽ ഇത്തരം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പും സമാധാന പ്രസംഗങ്ങളും നടത്തുന്ന ആളുകൾ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. സഖാവ് കൃഷ്ണപ്പിള്ളയുടെ പ്രതിമ തകർത്തതും രാഷ്ട്രീയ എതിരാളികളായിരുന്നില്ല. രാഷ്ട്രീയ സംഘർഷത്തിന് ലക്ഷ്യം വെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യ കേരളത്തിന്, ഇത് കേരളമാണെന്ന് പറയുന്നിടത്ത് നേതാക്കന്മാർ എരിതീരിൽ തീയൊഴിക്കുന്നു എന്നുള്ളതാണ്, അവിടെ എണ്ണയൊഴിക്കുന്നു എന്നുള്ളതാണ് കേരളം ഇന്ന് നേരിടുന്ന കനത്ത വെല്ലുവിളി. മാത്രവുമല്ല, മാധു പറഞ്ഞ മാതിരിയിൽ കേരളത്തിൽ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് നിയന്ത്രിക്കാവുന്ന പോലീസേ കേരളത്തിലുള്ളൂ എന്ന് ഭരണപക്ഷത്തിരുന്നവരും പ്രതിപക്ഷത്തിരുന്നവരും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെ മറികടക്കാൻ കേരള പോലീസ് സേനയ്ക്ക് കഴിയില്ല. ഇന്ന് തന്നെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരം പച്ചയ്ക്ക് പട്ടാപ്പകൽ പിഴുതെടുക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കാണുന്നത്. ആ പോലീസിൻ്റെ കയ്യിൽ നിന്നും ബലം പ്രയോഗിച്ച് അത് കൊണ്ടുപോവുകയും അത് ആഹ്ലാദ നൃത്തം ചവിട്ടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം മൗനമാവുകയും ഇവരുടെ വാക്കുകൾ ഒരുപക്ഷെ ഇവിടെ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അണികളുടെ വികാരം സംരക്ഷിക്കണം, അവരെ വൈകാരികമായിട്ടുള്ള തണുക്കാതെ സൂക്ഷിക്കണം. അതേസമയത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകരാണ് എന്ന് പറയണം. അതനുഭവിക്കാവുന്ന ത്വരയാണ് മാധുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഇരു കൂട്ടരും ഇവിടെ ബബ്ബ അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സാംസ്കാരിക കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും പ്രബുദ്ധതയും